നിങ്ങൾ സോറി ഈ ഒരു വാക്ക് ഒരു ദിവസം എത്ര തവണ ഉപയോഗിക്കാറുണ്ടെന്ന് എപ്പോഴെങ്കിലും കണക്കൂട്ടി നോക്കിയിട്ടുണ്ടോ? ഒരു തെറ്റും ചെയ്യാതെ ഈ ഒരു സോറി പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം നമ്മുടെ വില തന്നെ താഴ്ത്തി കാണിക്കുകയാണ്. ഒബ്വിയസ്ലി ഇതൊരു ബാഡ് ഹാബിറ്റ് ആണ്. എങ്കിലും ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരു ഡീപ്പ് സൈക്കോളജി ഉണ്ട്. സിമ്പിൾ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ ഇത്തരത്തിലുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ ചാനൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു സിമ്പിൾ സിനാരിയോ പറയാം. നമ്മുടെ ഓഫീസിൽ ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഒരാളുടെ അടുത്തേക്ക് എത്തി. അയാൾ തിരക്കിലാണോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും സോറി ഒരു കാര്യം പറയാൻ വന്നതാണ് എന്ന് നിങ്ങൾ പറയാറില്ലേ? ഇവിടെ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല, എങ്കിലും സോറി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബുദ്ധി ഇങ്ങനെ നിർബന്ധിതരായിക്കാണ്. അതായത് എന്തായാലും നമ്മളൊരു കാര്യം പറയുന്നതിന് മുന്നോ ചെയ്യുന്നതിന് മുന്നോ നമ്മൾ സോറി പറയും. ഇതെന്തുകൊണ്ടാണ്? ഒരു സംഭവം നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ ആണ്. അതായത് നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മുടെ വികാരങ്ങൾക്കും നമ്മുടെ വാക്കുകൾക്കും വേണ്ടത്ര വില കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ മറ്റുള്ളവർക്ക് ഒരു ഇൻകൺവീനിയൻസ് ആണോ എന്ന് നമ്മുടെ ബുദ്ധി ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നതിന് മുന്നേ നമ്മൾ സോറി പറയും. അതങ്ങനെ സെറ്റായി പോയേക്കുവാണ്. ഇങ്ങനെ ചെയ്ത എന്താണ് പ്രശ്നം? മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ആവശ്യമില്ലാതെ നമ്മൾ ഈ സോറി പറയുമ്പോൾ അവര് നമ്മളെ കാണുന്നത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിട്ട് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു കോൺഫിഡൻസിൽ നമ്മൾ ഇരിക്കുവാണ്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റേസ് ചെയ്യുന്നതിന് മുന്നേ സോറി ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്, ഇത് തെറ്റാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുമ്പോൾ അത് എത്ര ക്ലാരിറ്റി ഉള്ള കിടിലൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും മറ്റുള്ളവർ നമ്മളെ കാണുന്നത് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിട്ട് തന്നെയാണ്. ശരിക്കും ഈ പറയുന്ന സോറികളെല്ലാം ഒരു അപ്പോളജി തന്നെയാണോ? ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഒരു അപ്പോളജിക്ക് വേണ്ടിയിട്ടല്ല ഈ ഒരു സോറി നമ്മൾ പറയുന്നത്. ഇതൊരു സോഷ്യൽ ഷീൽഡാണ്. അതായത് നിങ്ങളുടെ സമയം നമ്മൾ എടുക്കുന്നുണ്ട്, നമ്മളോട് ദേഷ്യപ്പെടല്ലേ എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് വേയില് നമ്മൾ ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെക്കുന്നതാണ് ഈ ഒരു സോറി. ഇങ്ങനെ പറയുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാന്ന് നമ്മൾ നാലാളെ അറിയിക്കണം. ഇതാണ് ഇതിനുള്ളൊരു ഗുണം. ശരിക്കും നിങ്ങൾ ഇതിൽ പെടുന്ന ഒരാളാണോ എന്നറിയാന്നുണ്ടെങ്കിൽ ഇനി ഒരു സോറി പറയുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചു, നിങ്ങളൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഈ ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. സൈക്കോളജിസ്റ്റ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സോറി പറയുന്നതിന് പകരം താങ്ക്സ് ഉപയോഗിച്ച് നോക്ക്. അതായത് നിങ്ങളിപ്പോൾ ലേറ്റ് ആയി പോയി, നൈസായിട്ട് ലേറ്റ് ആയെന്നുണ്ടെങ്കിലും ഞാൻ ലേറ്റ് ആയിരുന്നു സോറി എന്ന് പറയുന്നതിന് പകരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിന് താങ്ക്സ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ POVയിലായാലും നമ്മൾ കുറച്ച് കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ കിട്ടും. അത് നമുക്ക് സെൽഫ് ഒരു ബൂസ്റ്റ് കിട്ടാനും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങളൊരു സോറി പറയുന്നതിന് മുന്നേ നിങ്ങൾക്കത് ശരിക്കും നിങ്ങൾ ഒരാളെ ദ്രോഹിച്ചോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഈ ഒരു സോറി പറയാൻ വേണ്ടി നമുക്ക് നോക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.